പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നലെ വൃശ്ചികം 1 അപ്പോഴത്തേന് നമ്മുടെ അയ്യപ്പൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. വീണ്ടും നമ്മുടെ BJPക്കാരുടെ ഒരു അയ്യപ്പ സംഗമം നടന്നു. പമ്പായിലെ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമം നടന്നു. അപ്പോഴാണ് കോൺഗ്രസ്സുകാർ 3 മേഖലകളിൽ നിന്ന് ഒരു പദയാത്രയും സംഘടിപ്പിച്ച് 3 മേഖലയിൽ നിന്ന് ഒരാൾ ബെന്നി ബെഹനാൻ, ഒരാൾ കൊടിക്കുന്നിൽ സുരേഷ്, ഒരാൾ നമ്മുടെ കൺവീനർ അടൂർ പ്രകാശ്, ഇവർ 3 പേരും നയിച്ച ആ പദയാത്ര ചെങ്ങന്നൂരിന് വെച്ച് സമാപിക്കുകയും അത് 3 കൂടി ഒന്നിച്ചു കൂടുകയും അത് ഇന്നലെ പന്തളത്ത് വെച്ച് അതിൻ്റെ സമാപന സമ്മേളനം നടക്കുകയുമായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ചാനൽ യൂട്യൂബിനകത്തൊക്കെ നോക്കുമ്പോൾ എല്ലാം മുരളീധരൻ വരത്തില്ല, വരുമോ, എത്ര മണിക്ക് വരും, അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുക, ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക, ചായ കുടിക്കാൻ പോയോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് മിക്കവാറും ചാനലുകാർ കാണിക്കുന്നത്. മുരളി വരുമോ ഇല്ലയോ എന്നുള്ളത് തലേ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഗുരുവായൂർക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പിതാവുള്ള കാലം തൊട്ടേ 1-ാം തീയതി ഗുരുവായൂരിൽ പോയി തൊഴുന്നൊരു പതിവ് അവർക്കുണ്ട്. അദ്ദേഹം അതുകൊണ്ട് പോയി. അപ്പം പുള്ളി വരുമോ ഇല്ലയോ ആർക്കും അറിയത്തില്ല. ഇവർ ഈ ചാനലുകാരുടെ പ്രധാന പ്രശ്നം മുരളി തലേ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ഒടുവിലെ പുലി വരുന്നേന്ന് പറഞ്ഞിട്ട് പുലി വരാതിരിക്കുക എന്ന പോലെ പുലി വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ പുലി വന്നു. ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും വന്നു. ആ സംഗമത്തിൽ പ്രസംഗിച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആൾക്കാർ എല്ലാം ഏകദേശമൊക്കെ പിരിഞ്ഞു പോയായിരുന്നു. എന്നാലും ഒരു കിടിലം പ്രസംഗമായിരുന്നു. ഞാൻ യൂട്യൂബിലോട്ട് കണ്ടു. അപ്പോൾ ഈ പത്രക്കാരൊക്കെ രാവിലെ തൊട്ട് ആരെങ്കിലും വരുന്നില്ലയോ, അല്ല വരുമ്പം വന്നില്ലെങ്കിൽ വന്നില്ല, വരുന്നില്ലയോ എന്ന് പറഞ്ഞ് ഇവർ രാവിലെ തൊട്ട് ഇതിന് പുറകെ നടക്കുക. അപ്പം മുരളീധരൻ പറഞ്ഞു, ഏതായാലും എൻ്റെ ജാഥയ്ക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടിയില്ല, ഇന്ന് ഞാൻ വരാതിരുന്നത് ഏതായാലും അത് കാരണം ജാഥയുടെ കൂടെ എല്ലാം വീഡിയോ എല്ലാവരും കാണിച്ചൊരു വലിയ പബ്ലിസിറ്റി കിട്ടി എന്ന് മുരളി പറയുകയും ചെയ്തു. ഓക്കെ, നമസ്കാരം, ജയ് ഹിന്ദ്.